മുരളീധരൻ സാറേ, പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് താങ്കൾ കുഞ്ഞു കുട്ടികൾക്ക് ഒരു മുഠായി എറിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു യജമാന ഭാവമുണ്ടല്ലോ, അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ജാതി വെറി ഉണ്ടല്ലോ, അത് പ്രകടമായിരിക്കുകയാണ്. താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? പട്ടികജാതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒരാളും. എത്രത്തോളം വികലമായിട്ടുള്ള മനസ്സാണ് സാറേ താങ്കളുടേത്. താങ്കൾക്ക് എങ്ങനെ തോന്നി ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു കൈ കൊണ്ട് മുട്ടായി എടുത്തു കൊടുത്താൽ എന്ത് മാനമാണ് ഇവിടെ ഇടിഞ്ഞു വീഴാൻ പോകുന്നത്? ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ സാറേ. ജാതി വെറിയുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഹിന്ദുക്കളെല്ലാം ഒന്നാകണമെന്ന് നിങ്ങൾ പറയുമ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജാതിയിൽ ഉയർന്നവനും താഴ്ന്നവനും ഒന്നിക്കാൻ പാടില്ല എന്നുള്ള ഒരു ജാതി വെറിയുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തു ചോദിച്ചാലും ഹിന്ദു അപകടത്തിലാണെന്ന് നിങ്ങൾ പറയുമ്പോഴും അവിടെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ തീർത്ത ഒരു ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്. ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ ഇടയുണ്ടായതും ആ ഒരു കാര്യം തന്നെയാണ് സാറേ. വളരെ മോശമായി പോയി. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് താങ്കൾ. താങ്കളോട് എനിക്ക് ഒന്ന് മാത്രമേ പറയുവാനുള്ളൂ. വേടൻ സൂചിപ്പിച്ച ഒരു വാക്ക്, നീ തമ്പുരാനും അല്ല, നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മയിലും ഇല്ല എന്നുള്ളത് മാത്രം. ഇത് പറയിപ്പിച്ചതാണ് സാറേ നിങ്ങൾ. മേശപ്പുറത്തേക്ക് മുട്ടായി എറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പ്രജകളോ നിങ്ങൾ ഞങ്ങളുടെ രാജാവോ അല്ല. ഹൃദയം തുളയ്ക്കുന്ന ഒരു വേദനയോടെ മാത്രമാണ് ഇന്നലെ ഈ വീഡിയോ കാണുന്നത്. ഇത്രയും ജാതി കോമരങ്ങൾ വാഴുന്ന താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ കുട്ടികളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുക? പരസ്പരം ആ മുട്ടായി വീണപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ആ കുട്ടികളുടെ മുഖത്തെ ഒരു ദയനീയ അവസ്ഥ നമ്മളൊന്ന് ഓർക്കണം. താങ്കൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. താങ്കളുടെ അരികിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ താങ്കൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴോ കാണുന്ന ആളുകൾക്കെല്ലാം ഒരു അന്തസ്സുണ്ട്, അവർക്കും ഒരു അഭിമാനമുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കണം. താങ്കൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് ജനപ്രതിനിധി വന്ന് ഇത്തരം കോമാളിത്തരങ്ങൾ കാണിച്ചിട്ടും അവർ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ അധ്യാപകരും മാതാപിതാക്കളും അടക്കം ഒരു ജനപ്രതിനിധിയായിട്ടുള്ള താങ്കളെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ താങ്കൾക്ക് തരേണ്ട ബഹുമാനം അത് എത്രത്തോളം നല്ല രീതിയിൽ തരണം എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിച്ച താങ്കളെയൊന്നും ഈ രീതിയിലല്ല ട്രീറ്റ് ചെയ്ത് വിടേണ്ടത്. ആ കുരുന്നുകൾ നിങ്ങൾക്ക് നൽകിയ ബഹുമാനം നിങ്ങൾ തിരിച്ചു നൽകുവാൻ മറന്നുപോയി എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അറിവില്ലാതെ പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ അധികാരം തലയ്ക്ക് പിടിക്കുമ്പോൾ മനുഷ്യത്വവും അതേപോലെ തന്നെ സംസ്കാരവും മറന്നു പോകുന്ന രാഷ്ട്രീയ ശൈലിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് താങ്കൾ എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിച്ചു പോവുകയാണ്. അതിന് ഞാനൊരു കഥ കൂടി താങ്കൾക്ക് പറഞ്ഞു തരാം. താങ്കൾ ഇന്നിപ്പോൾ ആ കുട്ടികളോട് ചെയ്ത നെറികേടിന് താങ്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊരു കഥ പറഞ്ഞു തരാം. ദ്വാരകയുടെ അധിപനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണനെ കാണുവാൻ